നമസ്കാരം. ഇത് നിങ്ങൾ അറിയാതെ പോകരുത്. ചില നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾക്ക് സാക്ഷാൽ മഹാദേവന്റെ അനുഗ്രഹം ജനനം മുതൽ ലഭിക്കുന്നതാണ് എന്ന് കരുതി മറ്റു നക്ഷത്രക്കാർക്ക് ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കുന്നില്ല എന്ന് അർത്ഥമാകുന്നില്ല. ഇവരുടെ ജന്മരാശിപ്രകാരം നക്ഷത്രപ്രകാരം മഹാദേവന്റെ അനുഗ്രഹം കൂടുതലായി ഇവരിൽ അനുഭവപ്പെടും. മഹാദേവന്റെ അദൃശ്യ സാന്നിധ്യം ഇവരുടെ ജീവിതത്തിൽ ഒളിഞ്ഞും തെളിഞ്ഞും ഇവർക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. അതും പല സന്ദർഭങ്ങളിൽ. ഇവരെ ദ്രോഹിച്ചവർ രക്ഷപ്പെട്ട ചരിത്രമില്ല. തൻ്റെ ശത്രുവിൻ്റെ പതനം ഇവരുടെ മുമ്പിൽ തന്നെ ഭഗവാൻ ഇവർക്ക് കാണിച്ചു നൽകും. ഇവരെ വിഷമിപ്പിക്കുന്നത് മറ്റുള്ളവർക്ക് പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും തിരിച്ചടികളും സൃഷ്ടിക്കും. മഹാദേവന്റെ സാന്നിധ്യം പല സന്ദർഭങ്ങളിലും ഇവർക്ക് തിരിച്ചറിയാനും സാധിച്ചിട്ടുണ്ട്. ഇതിൽ എടുത്തു പറയേണ്ടത്, ജീവിതത്തിൽ ഇവർ പോലും അറിയാതെ ഇവർ തികഞ്ഞ ശിവഭക്തരായി തീരും എന്നുള്ളതാണ്. അതിനാൽ ജന്മനാ മഹാദേവന്റെ അനുഗ്രഹം ലഭിച്ചിരിക്കുന്നതിനാൽ നിത്യവും പഞ്ചാക്ഷരി മന്ത്രമായ ഓം നമഃ ശിവായ നിങ്ങൾ ജപിക്കാൻ മറക്കരുത്. മഹാദേവന്റെ അനുഗ്രഹം ലഭിച്ച നക്ഷത്രങ്ങളിൽ നിങ്ങൾ ഉൾപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അനുഭവം കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നക്ഷത്രങ്ങൾ: കാർത്തിക, പൂരം, ഉത്രം, മകം, ഭരണി, ആയില്യം, ഉത്രാടം, തിരുവാതിര.